അങ്ങനെ ഗ്രൂപ്പിലെ അവസാന മത്സരവും വിജയിച്ചുകൊണ്ട് ഇന്ത്യ സൂപ്പർ 8ലേക്ക് കടന്നിരിക്കുകയാണല്ലോ. ശിവം ദുബെയുടെ ഒരു കിടിലൻ പ്രകടനമാണ് ഇന്ത്യയുടെ ഒരു വിജയത്തിന് പിന്നിലെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. 66 റൺസാണ് അദ്ദേഹം എടുത്തത്, വെറും 31 പന്തിൽ. സ്ട്രൈക്ക് റേറ്റ് 212. ബൗളിംഗിൽ അദ്ദേഹം 2 വിക്കറ്റ് വീഴ്ത്തി. ഈ ഒരു വേൾഡ് കപ്പിൽ തന്നെ ദുബെയുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കളിയിൽ അദ്ദേഹം USA-ക്കെതിരെ ഡെക്കായിപ്പോയി, ഗോൾഡൻ ഡെക്കായിപ്പോയി. പിന്നീട് നമീബിയക്കെതിരെ 16 പന്തിൽ 23 റൺസ് എടുത്തിരുന്നു, 143 സ്ട്രൈക്ക് റേറ്റ്. പാകിസ്ഥാനെതിരെ 17 പന്തിൽ 158 സ്ട്രൈക്ക് റേറ്റ്. ഇന്നലെ 212 സ്ട്രൈക്ക് റേറ്റിൽ 31 പന്തിൽ 66 റൺസ്. മോശമല്ലാത്ത പ്രകടനമാണ് ഈ ലോവർ ഓർഡറിൽ ഇറങ്ങി ശിവം ദുബെ ഇപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ എല്ലാം ഇടയിൽ കൂടി തട്ടിയും മുട്ടിയും പോകുന്ന ഒരാളുണ്ട്, തിലക് വർമ്മ. ഈ വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന്റെ പ്രകടനം എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. USA-ക്കെതിരെ ആദ്യത്തെ കളിയിൽ 25 റൺസ് 16 പന്തിൽ. രണ്ടാമത്തെ കളി നമീബിയക്കെതിരെ 25 റൺസ് 21 പന്തിൽ. അടുത്തത് പാകിസ്ഥാനെതിരെയും 25 റൺസ് 24 പന്തിൽ. പിന്നെ നെതർലൻഡ്സിനെതിരെ 31 റൺസ് 27 പന്തിൽ. പവർ പ്ലേയിൽ ഇറങ്ങിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ പ്രകടനം. പവർ പ്ലേ എന്ന് പറയുമ്പോഴത്തേന് നാലാമത്തെയോ അഞ്ചാമത്തെ ഓവറല്ല, എല്ലാ കളിയിലും ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഓവറിൽ ഇറങ്ങുന്നുണ്ട്. കാരണം അഭിഷേക് 2-3 ബോളിൽ അങ്ങ് ഔട്ടായി പോവുകയാണല്ലോ. തുടർന്ന് വരുന്നത് തിലകാണ്. അപ്പോൾ പവർ പ്ലേയിൽ ആദ്യത്തെ ഓവറുകളിൽ തന്നെ ഇറങ്ങിയിട്ടാണ് ഈ ഒരു സ്ട്രൈക്ക് റേറ്റിലൂടെ അദ്ദേഹം എഴഞ്ഞെഴഞ്ഞ് പോകുന്നതെന്ന് നമ്മൾ നോക്കണം. മറ്റുള്ളവര് ഓരോ കളിയിലും വെവ്വേറെ ആൾക്കാർ ഒരു മികച്ച പ്രകടനം നടത്തി ഇന്ത്യ ഒരു വലിയ സ്കോറിലേക്ക് കൊണ്ടുപോകുന്നു, ഇന്ത്യ ജയിക്കുന്നു. അതിനിടയിൽ കൂടിയാണ് നമ്മുടെ തിലക് വർമ്മ ഈ എഴഞ്ഞെഴഞ്ഞുള്ള പോക്കെന്ന് ഓർക്കണം. ഇനി സൂപ്പർ 8ലേക്ക് പോവുക, വേറെ ആരും അടിച്ചില്ലെന്നുണ്ടെങ്കിൽ കാര്യം കഷ്ടത്തിലാകും. 25 റൺസ് വീതമൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷെ അതിനെടുക്കുന്ന ബോളുകളാണ് പ്രശ്നം. ഈ വേൾഡ് കപ്പിൽ മാത്രമല്ല, കഴിഞ്ഞ കുറെ ഇന്നിങ്സുകൾ പുറകോട്ട് പോയാൽ ചില കളിയിൽ അദ്ദേഹം മികച്ച സ്കോറുകൾ നേടിയിട്ടുണ്ട്. എന്നാൽ ഭൂരിപക്ഷം കളിയിലും അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റൂടെ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഒരു കിഡിലൻ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയാവുന്ന ഇന്നിങ്സുകളൊന്നും അദ്ദേഹം കളിച്ചിട്ടില്ലെന്ന് നമുക്ക് കാണാം. എന്തായാലും ഇനി സൂപ്പർ 8ലേക്ക് കടക്കുകയാണ്. സ്കോറിങ്ങിന് വേഗം കൂട്ടിയില്ലെങ്കിൽ മോനെ പണിയാകും.